गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। പ്രിയ സജ്ജനങ്ങളെ, ഗുരുദേവ ഭക്തരെ, ഗുരു മുന്നോട്ട് വെച്ച വലിയ ഒരു ജീവിത വീക്ഷണം ഉണ്ട്. ആ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് ഒരുമയുടെ വീക്ഷണമാണ്. ഗുരുദേവ വചനങ്ങൾ എല്ലാവരും എല്ലായിടത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും താത്വികമായ ആ വചനങ്ങളുടെ ആഴം നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പരിശോധിക്കണം നമ്മളത്. അതിൽ 1924 വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം ഏഷ്യയിലെ ആദ്യത്തെ തന്നെ ഒരു സർവമത സമ്മേളനമാണ്. ലോകത്തിൽ രണ്ടാമത്തേതായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിൽ ആദ്യമായി ഏഷ്യയിലെ ജനങ്ങൾക്കും ലോകത്തിലെ ജനങ്ങൾക്കാകവേയും ഒരു മാതൃകയായിട്ടൊരു ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുക മാത്രമല്ല ചെയ്തത്, എല്ലാ മതങ്ങൾക്കും എവിടെയാണ് ഒന്നിക്കാൻ കഴിയുന്നതെന്ന് ഒരു ദാർശനിക വീക്ഷണവും ഗുരു അതിനു മുന്നേ തന്നെ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴുള്ള എല്ലാ മതങ്ങളും, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ മതങ്ങളും അന്ന് വലിയ പ്രസക്തിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, ബുദ്ധമതം, അതുപോലെ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതം ഗുരു അങ്ങനെ അതിനെ പറയുന്നില്ല. അങ്ങനെ ഒരു മതം ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഹിന്ദുമതം മറ്റ് മതങ്ങളെ പോലെയല്ല ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുമതത്തിൽ അനേകം മതങ്ങളുണ്ട്. അനേകം മതങ്ങളുടെ ധാരകളുടെ ഒരു ഏകതാനത നമുക്ക് ഹിന്ദുമതത്തിൽ കാണാം. അതുകൊണ്ട് അതിനെ ഹിന്ദുമതം എന്ന് മറ്റ് മതങ്ങളെ വിളിക്കുന്ന പോലെ വിളിക്കാമോ എന്നൊരു ചോദ്യം ഗുരു അയ്യപ്പനുമായിട്ടുള്ള ചർച്ചയിലാണ് പങ്കുവെച്ചതെന്ന് തോന്നുന്നു. ഒരു ആചാര്യനല്ല ഹിന്ദുമതത്തിലുള്ളത്, അനേക ആചാര്യന്മാരുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ പ്രവക്താവായിട്ട് നമുക്ക് ക്രിസ്തുവിനെ എണ്ണാമെങ്കിൽ, ഇസ്ലാം മതത്തിന് മുഹമ്മദിനെ അതിൻ്റെ പ്രവാചകനായിട്ട്, ഏക പ്രവാചകനായിട്ട് എണ്ണാമെങ്കിൽ, ശ്രീബുദ്ധനെ ബുദ്ധമതത്തിൻ്റെ ആദ്യത്തെ ഗുരുവായിട്ട് എണ്ണാമെങ്കിൽ, അത്തരത്തിൽ ഒരു ഗുരുവും ഒരു ഗ്രന്ഥവും ചേർന്ന ഒരു സംസ്കാരമല്ല, ഒരു മതമല്ല ഹിന്ദുമതം എന്ന് ഗുരു പറയുന്നുണ്ട്. ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത, ഹിന്ദുമതം വലിയൊരു പാത്രമാണ്. ആ പാത്രത്തിൽ അനേകം ഉള്ളടക്കങ്ങളുണ്ട്. അതിൽ ഏക ദൈവവിശ്വാസവും അനേകത ദേവതാവിശ്വാസവും ദ്വൈതത്തിൽ വിശ്വസിക്കുന്നവരും വിശിഷ്ടാദ്വൈതത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിൽ വൈഷ്ണവരായിട്ടുള്ളവരുണ്ട്, ശൈവരായിട്ടുള്ളവരുണ്ട്, ശാക്തേയരായിട്ടുള്ളവരുണ്ട്, ഗാണപത്യരുണ്ട്, നിരവധി
വിശ്വാസങ്ങളുടെ, അറിവുകളുടെ, ഭേദങ്ങളുടെ ഒരു ഏകതാനത അതിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ചിലർ വേദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, വേദത്തെ പ്രാമാണിക ഗ്രന്ഥമായിട്ട് കരുതുന്നവരുണ്ട്. ചിലർ ഒരു വേദത്തിന് പ്രാമാണികത കൊടുക്കും, അവരെ ഏകവേദികൾ എന്ന് പറയും. ചിലർക്ക് 2 വേദങ്ങളിൽ പ്രാമാണികത കൈവരുന്നു, അവർ ദ്വിവേദികളും ത്രിവേദികളും ചതുർവേദികളും ആയിട്ട് പലതരത്തിലുള്ള മതഭേദങ്ങളുടെ ഒരു സഞ്ചയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തെ പറയാം. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഹിന്ദുമതത്തിൻ്റെ ഈ വിചിത്രതയാർന്നിട്ടുള്ള ഒരുമ ഗുരു വളരെ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം പല മതസാരവും ഏകം എന്ന വളരെ സുതാര്യമായ ഒരു വീക്ഷണം, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് ഗുരു പ്രസ്താവിക്കുക മാത്രമല്ല, അതെങ്ങനെ ഒന്നായിരിക്കുന്നു എന്ന് വിശദീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഗുരു ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഗുരു ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മതങ്ങളുടെയും ഏകതയെ വിളിച്ചോതുന്ന ഏകമതത്തിൻ്റെ ഒരു പ്രവാചകനോ വക്താവോ ആയിട്ടാണ് ഗുരുവിന് നമുക്ക് എണ്ണാൻ കഴിയുള്ളൂ. പുതിയൊരു മതമല്ല അത്. എല്ലാ മതങ്ങൾക്കും ദാർശനികമായി ഒന്നിക്കാൻ കഴിയുന്ന ഒരു വീക്ഷണത്തെയാണ് ഗുരുവിൻ്റെ ജീവിതം കൊണ്ട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സമയത്ത് ഗുരുദേവൻ ഒരു പ്രസംഗകനായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടില്ല. സർവമത സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ സ്വാഗതം ആശംസിച്ചത് സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികൾ എഴുതിയുണ്ടാക്കിയ ഒരു വലിയ പ്രസംഗം തന്നെയുണ്ട്. ആ പ്രസംഗം ഏറെക്കുറെ ഒക്കെ ഗുരുവിൻ്റെ മതവീക്ഷണത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഏറെക്കുറെ എന്ന് പറയാനേ കഴിയുള്ളൂ. സത്യവ്രത സ്വാമികളുടേതായിട്ടുള്ള ഒരു തന്മയത്വവും പദകോശവും ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഗുരു എല്ലാവരും പ്രസംഗിക്കുന്നത് ഒരു സാക്ഷിയെ പോലെ അവിടെ ഒരു കസേരയിലിരുന്ന് കേൾക്കുമായിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഗുരു ആ സർവമത സമ്മേളനത്തിൻ്റെ പന്തലിൻ്റെ കവാടത്തിനോട് ചേർന്നിട്ട് എഴുതി വെച്ച വിഖ്യാതമായൊരു വചനമുണ്ട്. ആ വചനം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഈ സർവമത സമ്മേളനത്തിൻ്റെ വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ മൂല്യം അതാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു സ്റ്റേജിൽ എല്ലാ മതത്തിൽ നിന്നുള്ള മതത്തിൻ്റെ വക്താക്കളും പണ്ഡിതന്മാരും വന്ന് ഇരുന്ന് അവർ മനസ്സിലാക്കിയ മതത്തിൻ്റെ സാരം പങ്കുവയ്ക്കുകയാണ്. ഇതെല്ലാവരും കേൾക്കുമ്പോഴാണ് നമുക്ക് മതവിരുദ്ധത കുറഞ്ഞു വരുന്നത്. നമ്മളെല്ലാവരും മതത്തിൻ്റെ കാര്യത്തിൽ മുൻധാരണകളുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രെജുഡീസ് ഉണ്ട് മതത്തിനോട്. ചില മതം മോശം, ചില മതം നല്ലത് എന്നൊക്കെ നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു മുൻധാരണയാക്കി വെച്ചിട്ടുണ്ട്. ആ മുൻധാരണകൾ ഭേദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഗുരു വിചാരിച്ചത് കൊണ്ടായിരിക്കണം എല്ലാ മതങ്ങളും എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഗുരുവിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് പല മതസാരവും ഏകം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളുടെയും സാരത്തിൽ ഒന്നായിരിക്കുന്നു. ഈ സാരം മനസ്സിലാക്കി കൊടുക്കലാണ് ഗുരുവിൻ്റെ ധർമ്മമായിരുന്നത്. സി വി കുഞ്ഞിരാമനുമായിട്ട് ഗുരു നടത്തിയിട്ടുള്ള സംഭാഷണം ഏറ്റവും വലിയ ഒരു അസറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ സംഭാഷണം കുഞ്ഞിരാമൻ വളരെ നന്നായിട്ട് എഴുതി അത് ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഗുരുവിന് മാത്രമല്ല അത് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്, ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ അത് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തിരുന്നു എഴുതിയത്. എന്നിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ അധികമൊന്നും കളറേഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ കളങ്കം വരാത്ത വിധത്തിൽ തന്നെയാണ് അത് പകർത്തിയിട്ടുള്ളത്. നമ്മൾ എന്താണ് മതം എന്ന് ചോദിക്കുമ്പോൾ ഗുരു തന്നെ അതിൽ പറയുന്നത് മതം എന്നത് അഭിപ്രായം എന്ന അർത്ഥത്തിലാണ് എല്ലാവരും എടുക്കുക.
അഭിപ്രായം, എൻ്റെ മതം, നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിമതമുണ്ട്. ക്രിസ്തുവിൻ്റെ അഭിപ്രായം, ബുദ്ധൻ്റെ അഭിപ്രായം, അത് നബിയുടെ അഭിപ്രായം, ഇതെല്ലാതും ക്രോഡീകരിക്കപ്പെടുകയും അത് പിന്നീട് ഒരു കൂട്ടം ആളുകൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരു മതമായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു മതമായിട്ട് രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതിൽ നിരവധി മൂല്യവത്തായിട്ടുള്ള വശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. ക്രിസ്തുവിൽ ഇരുന്ന അറിവും അനുഭവവും, ഒരു ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവും അനുഭവവും ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ ബുദ്ധിയുടെ തലം വെച്ചിട്ട് അതിൽ നിന്ന് ചിലർ തെറ്റിദ്ധരിക്കാം, അതിനുണ്ട് ചിലർ വക്രീകരിച്ച് മനസ്സിലാക്കാം, ഡിസ്റ്റോർട്ട് ചെയ്ത് മനസ്സിലാക്കാം. അതിനെ ചിലരുടെ ബുദ്ധിയുടെ നിലവാരമനുസരിച്ച് പറഞ്ഞതിനെ ന്യൂനീകരിച്ച് റെഡ്യൂസ് ചെയ്ത് മനസ്സിലാക്കാം, ഡിഡക്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. അത് നമ്മൾ ഒരു മഹാഗുരു പറയുന്നത് നമുക്ക് അതേ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പലപ്പോഴും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ തന്നെ വചനങ്ങൾ സുവിശേഷങ്ങളായിട്ട് 4 സുവിശേഷകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത് വളരെ നാളുകൾക്ക് ശേഷമാണ് എഴുതിയത്. നമ്മൾക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു 5-6 വർഷം കഴിഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ അതിൽ എത്രമാത്രം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരാനിടയുണ്ട്. ആലോചിച്ച് നോക്കൂ. ചില ഓർമ്മയിൽ നിന്നാണ് നിങ്ങൾ എഴുതുന്നത്, നിങ്ങളുടെ ഓർമ്മകൾക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് പല ബുദ്ധൻ്റെയും ഒക്കെ ശിക്ഷണങ്ങളിൽ ശോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലക്രമത്തിൽ. ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, ഈ ബുദ്ധമതം പഠിച്ചിട്ടാണോ ശ്രീബുദ്ധൻ ബുദ്ധനായത് എന്ന്? ക്രിസ്തുമതം പഠിച്ചിട്ടാണോ ക്രിസ്തുവായത്? അതുപോലെ നബി തിരുമേനി മുസ്ലിം ആയത്, ഇസ്ലാം ആയത് ഇസ്ലാം മതം പഠിച്ചിട്ടാണോ? ഓരോ മത ആചാര്യനും അവർക്ക് അവരുടെ തപസ്സിൻ്റെ അന്വേഷണത്തിൻ്റെ അന്ത്യത്തിലുണ്ടായിട്ടുള്ള അനുഭൂതിയും വെളിപാടും വെളിച്ചവുമാണ് അവർ അവരുടെ കാലഘട്ടത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു കൊടുത്തിട്ടുള്ളത്. ബുദ്ധൻ ജനിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ്, ബുദ്ധൻ 2500 വർഷങ്ങൾക്ക് മുമ്പ്, നബി 1400 വർഷങ്ങൾക്ക് മുമ്പ്. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും ന്യൂനതകളും ഉണ്ടാകും. അതിനനുസരിച്ചിട്ടാണ് മഹാത്മാക്കൾ കാലഘട്ടത്തിനോട് പ്രതികരിക്കുന്നത്. അവരുടെ കണ്ടംപററി ആയിട്ടുള്ള ഒരു സമൂഹത്തിനോടാണ് അവർ പ്രതികരിക്കുന്നത്. ബുദ്ധൻ്റെ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നം ഹിംസ തന്നെയായിരുന്നു. അന്നത്തെ നിലനിന്നിരുന്ന വൈദിക സംസ്കാരത്തിന് വന്നിട്ടുള്ള ച്യുതിയിൽ യാഗയജ്ഞങ്ങൾ ഹിംസാത്മകമായിട്ട് തീർന്നതും അതിലൂടെ മൂല്യശോഷണം വന്നതും കണ്ട ബുദ്ധനുണ്ടായിട്ടുള്ള വേദനയും നോവും അതിൻ്റെ പ്രതികരണം എന്ന രീതിയിൽ ബുദ്ധൻ ശരിക്കും ഹിംസക്കെതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അഹിംസാത്മകമായ ഒരു ജീവിതം ശ്രീബുദ്ധൻ അന്ന് അവതരിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ കാലത്ത് ആകട്ടെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ ശോഷണം തിരിച്ചറിഞ്ഞ, സ്നേഹത്തെ ദൈവത്തിനോളം ഉയർത്തി ഗോഡ് ഈസ് ലവ് എന്ന ഒരു മെസ്സേജാണ് കൊടുത്തത്. പ്രധാനമായിട്ടും ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. നബിയുടെ കാലത്ത് മനുഷ്യർക്കിടയിലുള്ള സ്പർദ്ധയും വിരോധവും കൊണ്ട് സാഹോദര്യം നഷ്ടപ്പെട്ടിട്ട് ഒരു സമൂഹം ശിഥിലമായി പോകുന്നത് കണ്ട നബി തിരുമേനി സാഹോദര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഇത് ഗുരു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് മതഭേദങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുകയാണ് ഗുരു. പല മതസാരവും ഏകം എന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാരലവത് കണ്ട് അലയാതെ അമർന്നിടേണം. മനുഷ്യൻ പലവിധ യുക്തികൾ പറഞ്ഞിട്ട് അലയുക എന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ഓരോ മതത്തിൻ്റെയും ഫോളോവേഴ്സ് വേറൊരു മതത്തെ നിന്ദിക്കുകയും തങ്ങളുടെ മതം ശ്രേഷ്ഠമെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്നത്
ഈ സാരത്തിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു മുന്നോട്ട് വെച്ച സ്നേഹം, നബി തിരുമേനി മുന്നോട്ട് വെച്ച സാഹോദര്യം, ഇതിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് നമ്മൾ തർക്കിക്കുകയാണെങ്കിൽ സാഹോദര്യമാണോ സ്നേഹമാണോ വലുത്? ബുദ്ധൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അഹിംസയാണോ ക്രിസ്തു മുന്നോട്ട് വെച്ച സ്നേഹമാണോ വലുത്? ഈ തർക്കങ്ങൾ ഒരർത്ഥത്തിൽ ഒരിടത്തും മനുഷ്യനെ എത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരു വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പോൾ ഗുരു മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയം, ബുദ്ധൻ്റെ അഹിംസ, ക്രിസ്തുവിൻ്റെ സ്നേഹം, ഇതിലേതാണ് വലുത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു അതിന് ഉത്തരം പറയുന്നത് അഹിംസ തന്നെയാണ് സ്നേഹമെന്നും, സ്നേഹത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് അഹിംസയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നും, അഹിംസയിൽ നിന്ന് വ്യതിരിക്തമായിട്ട് സ്നേഹത്തിനും നിലനിൽക്കാൻ കഴിയില്ല, സ്നേഹവും അഹിംസയും പരസ്പര പൂരകങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന നേരത്താണ് ബുദ്ധമതത്തിനും ക്രിസ്തുമതത്തിനും ഒന്നിക്കാൻ കഴിയുന്നത്. അതുപോലെ സാഹോദര്യവും സ്നേഹവും പരസ്പര പൂരകങ്ങളാണെന്നും, സാഹോദര്യം സ്നേഹത്തിന് വിരുദ്ധമല്ല എന്നും, അവ പരസ്പരം പൂരിപ്പിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുമതത്തിൻ്റെ സാരവും ഇസ്ലാം മതത്തിൻ്റെ സാരവും ഒന്നായിട്ട് തീരുന്നത്. അങ്ങനെ മതത്തിൻ്റെ സാരം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മതത്തിനോടുള്ള വിരോധം, ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിനൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്ന അറിവളവും ഭ്രമമെന്ന് അറിഞ്ഞിടേണം. 1924 സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 27 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ 1897 ആത്മോപദേശ ശതകം ഗുരുദേവൻ രചിച്ചത്. ഈ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ മതസമന്വയത്തിൻ്റെ സംഗീതം ഗുരു വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. മതം എങ്ങനെ ഒന്നിക്കുന്നതെന്ന്, മതത്തെക്കുറിച്ചുള്ളൊരു അപഗ്രഥനം, അനാലിസിസ് ആണ് ഈ ആത്മോപദേശ ശതകത്തിൽ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഗുരുവിനെ നമ്മൾ പഠിക്കണം, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഒരു കാലത്ത് ഗുരുവിൻ്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഗുരു എവിടെ ജനിച്ചുവെന്നും ഗുരുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ പേരെന്താണെന്നും ചെമ്പഴന്തിയെക്കുറിച്ചും അരുവിപ്പുറത്തെക്കുറിച്ചും ശിവഗിരിയെക്കുറിച്ചൊക്കെ കഥകളിലൂടെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമ്മളെ ആവശ്യപ്പെടുന്നത് ഗുരുവിനെ പഠിക്കണം എന്നാണ്, ഗുരുവിൻ്റെ ദർശനം പഠിക്കണം. അതാണ് ഇന്നത്തെ ആവശ്യം. നമ്മൾ ഒരു ജനതയുടെ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ആ ജനതയ്ക്ക് അന്ധതയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണം. അതിന് നമുക്ക് കാഴ്ച ലഭിക്കണം. കാഴ്ച എന്ന് പറഞ്ഞാൽ വീക്ഷണത്തിന് ഒരു തെളിമയുണ്ടാകണം. നമ്മളുടെ ജീവിത വീക്ഷണത്തിന്, ലോകവീക്ഷണത്തിന് ഒക്കെ ഒരു തെളിമയുണ്ടാകണം. ഈ തെളിമയാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾക്ക് ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു. രണ്ട് മനുഷ്യർ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകുന്നു. ഞാനും ലോകവും തമ്മിലുള്ള ബന്ധം എന്താണെന്നതിനൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നു. ഈ ലോകത്തെങ്ങനെ സമാധാനം കൊണ്ടുവരാൻ കഴിയും എന്നതിനെക്കുറിച്ച് ദാർശനികമായൊരു അടിത്തറ നമുക്കുണ്ടാകുന്നു. ഇതൊക്കെ ഗുരുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തിനാണ് ജനിച്ചത്, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം, മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ ആ ചോദ്യങ്ങൾക്ക് പലർക്കും ഉത്തരവില്ല എന്നുള്ളതാണ്. ഇത്തരം ദാർശനികമായ മനുഷ്യ സംബന്ധമായിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങളാണ് ഗുരുദേവൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു ഗുരുവിൻ്റെ ജന്മം എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ വീക്ഷണ വൈകല്യങ്ങൾ തീർത്ത് സമഗ്രമായ ഒരു ജീവിത ദർശനം പകർന്നു നൽകാനാണ് അവർ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. അരിപ്പുറത്ത് വരുന്ന കാലത്ത് തന്നെ ഗുരു, നമുക്കറിയാം, വളരെ വിഖ്യാതമായ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. അരിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ ശ്ലോകം എല്ലായിടത്തും എത്താൻ തുടങ്ങിയ,
അരീപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അരീപ്പുറം ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുമതിലിൽ ഒരു ബോർഡിലായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ഇന്ന് കേന്ദ്രയിൽ ഇത് ഞാൻ ചൊല്ലപ്പോൾ വേറൊരു പാഠം കൂടിയുണ്ടെന്ന് പലരും പറയുന്നു. അത് മാതൃകാസ്ഥാനമാണിത്. ഇത് കൂടുതലും ഗുരു ആദ്യകാലത്ത് എഴുതിയിരുന്നത് മാതൃകാസ്ഥാനമാമിത് എന്നതാണ്. പിന്നീട് അത് ആരോ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അത് എന്തായാലും ഈ മാതൃകാസ്ഥാനം അരീപ്പുറം മാത്രമല്ല എന്നും കൂടി അതിലൊരു ധ്വനിയുണ്ട്. നമ്മളുടെ ഗുരുവിനെ പഠിക്കുന്നവരുടെ ഹൃദയം ഒരു മാതൃകാസ്ഥാനമായിരിക്കണം. അവിടെ ഏവർക്കും പ്രവേശനം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു മനുഷ്യനെ ആട്ടി പുറത്താക്കുമ്പോൾ, ഒരു മനുഷ്യനെ അകറ്റി നിർത്തുമ്പോൾ, ഒരു മനുഷ്യനെ നിന്ദ്യനായിട്ട് കരുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മാതൃകാസ്ഥാനമില്ല എന്നാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ 4 വരികളുടെ അർത്ഥം തന്നെയാണ് 1887 ആത്മോപദേശ ശതകം എഴുതിയപ്പോൾ ഗുരു അത് കുറച്ചുകൂടി വിസ്തൃതമായിട്ട് സുതാര്യമായിട്ട് അവതരിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്നതാണ്. മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്? അത് മതത്തിൻ്റെ സാരവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണോ? എല്ലാവർക്കും ജീവിതത്തിലെ സന്തോഷവും സുഖം വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ സന്തോഷം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നു. മാനവരാശി മാത്രമല്ല, ജീവജാലങ്ങളും ഈ സന്തോഷവും സുഖമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ലോകത്ത് ഞാൻ സുഖം അന്വേഷിക്കുന്ന എൻ്റെ യാത്രയിൽ എൻ്റെ സുഖാന്വേഷണം വേറൊരാൾക്ക് ദുഃഖവും വ്യഥയും ഉണ്ടാക്കുമ്പോഴാണ് നമ്മളുടെ സുഖാന്വേഷണത്തിൻ്റെ ഒരു വൈകല്യം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ സുഖം അന്വേഷിക്കുമ്പോൾ നമ്മുടെ സുഖാന്വേഷണത്തിൽ സ്വാർത്ഥത കലരുമ്പോഴാണ് വേറെ ഒരുവന് അതൊരു ദുഃഖമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജാഗ്രതയില്ലാത്ത ഒരു സുഖാന്വേഷണത്തിനെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാവി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം എന്ന് കൃത്യതയോട് കൂടിയിട്ട് ഗുരു വെളിപ്പെടുത്തുന്നത് ഈ മതദർശനത്തിലാണ്. ഇത് ആണ് സർവമത സമ്മേളനത്തിൽ ഗുരുവിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ പ്രസംഗിക്കാനെത്തിയ സത്യവ്രത സ്വാമികളോട് പറഞ്ഞു കൊടുത്തത്. മതങ്ങളുടെ സാരം എവിടെയാണ്? ഞാൻ സന്തോഷിക്കുന്ന സമയത്ത് വേറൊരുവൻ്റെ സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ല. ഇതാണ് മതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഘടകം. എൻ്റെ മതം ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു മതത്തെ നിന്ദിക്കാൻ പാടില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകമാണ്. മതത്തിൻ്റെ ശ്രേഷ്ഠത, നമ്മളുടെ മതത്തിൻ്റെ ശ്രേഷ്ഠത അവകാശപ്പെടുന്നതോടൊപ്പം നമ്മൾ ഒരു പരമത നിന്ദ ചെയ്യുന്നുണ്ട് അറിയാതെ. ഗുരുദേവനെ പഠിക്കുന്ന പലരും ഗുരുദേവ ദർശനത്തിനെ മഹത്വപ്പെടുത്തുന്നത് മറ്റ് ആചാര്യന്മാരെയും മഹാത്മാക്കളെയും നിന്ദിച്ചുകൊണ്ടാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റ് മഹാത്മാക്കളെയും ആചാര്യന്മാരെയും നിന്ദിച്ചുകൊണ്ട് ഗുരുദേവ ദർശനത്തെ ശ്രേഷ്ഠപ്പെടുത്തുകയല്ല വേണ്ടത്. ഗുരുദേവ ദർശനത്തെ അതിൻ്റെ തനിമയിൽ നിന്നുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഗുരുദേവനെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരമത നിന്ദ നമ്മൾ പാടില്ല. മാത്രമല്ല, ഗുരുവിൻ്റെ പേരിൽ ഒരു തരത്തിലും സ്പർദ്ധയും അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ പാടില്ല. മതങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗുരു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഗുരുവിൻ്റെ ഒരു സന്ദർഭം പറയാൻ, ഞാൻ ഗുരുവിൻ്റെ അടുത്ത് 2-3 പാതിരിമാർ ക്രിസ്തുമതം പങ്കുവെക്കാനായിട്ട് വന്നു. ഒരു മതപരിവർത്തനത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ ഗുരുവിനെ മതപരിവർത്തനം ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അവർ ബൈബിൾ പഠിപ്പിക്കാനായിട്ട് വന്നു. ആ ഗുരുവാകട്ടെ അവരുടെ ബൈബിൾ പഠനമൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. വളരെ നന്നായിട്ട്
ഒരു നല്ല വിദ്യാർത്ഥിയെ പോലെ ഗുരു കേട്ടിരിക്കുകയും ചില സന്ദർഭങ്ങളിൽ അവർ വായിച്ച് വിശദീകരിക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയോട് കൂടിയിട്ട് തെളിമയോട് കൂടിയിട്ട് ഗുരു അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ബൈബിളിനെ കുറിച്ച് അങ്ങോട്ട്. അപ്പോൾ അവർക്ക് വളരെ കൗതുകമായി, വളരെ സന്തോഷമായി. ഇത്രയും നന്നായിട്ട് ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, വ്യാഖ്യാനിക്കാനായിട്ട് ഗുരുദേവന് കഴിയുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ ഇടയ്ക്ക് വായിച്ച് കുറച്ച് മൗനം ദീക്ഷിച്ചിരിക്കും, ഗുരു എന്താണെന്ന് പറയുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ദീർഘസമയം അവർ ചർച്ച ചെയ്തു. ഗുരു ഒരു നല്ല ആസ്വാദകനെ പോലെ ബൈബിൾ മനസ്സിലാക്കി. അവരത് കഴിഞ്ഞിട്ട് തിരികെ പോകാനായിട്ട് തുനിഞ്ഞ സമയത്ത് ഗുരുദേവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും വരണം എന്ന്. ഇനിയും വരണമെന്ന് അവരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി വളരെ. കാരണം ഗുരുവിന് തങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നും ബൈബിൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നും അവർ മനസ്സിലാക്കിയിട്ട് അവർ കുട്ടികളെ പോലെ പറയാണ്, ഞങ്ങൾ ഇനിയും വരും, ഞങ്ങൾ ഇനിയും വരും. 2 പ്രാവശ്യം അവർ പറഞ്ഞു. അപ്പോൾ ഗുരു വീണ്ടും അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ വരണം എന്ന്. അപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം കൊണ്ട് അവർ പറഞ്ഞു, ഗുരു ഞങ്ങളെ അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾ വരും എന്ന്. അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾ വരും. അപ്പോൾ ഗുരുവിന് അവരുടെ ആ സ്നേഹത്തിലുള്ള സംഭാഷണത്തിൻ്റെ ആ സ്വരം അവർക്ക് മനസ്സിലായിട്ട് ഗുരു പറയണം അവരോട്, ഞങ്ങൾ ആരെയും ഇവിടെ അടിച്ച് പുറത്താക്കാറില്ല, അടിച്ച് അകത്താക്കാറേ ഉള്ളൂ എന്നാണ്. അടിച്ച് പുറത്താക്കാതെ അടിച്ചകത്താക്കുക എന്നുള്ളത് ഗുരുവിൻ്റെ വാക്യത്തിലെ ഒരു വലിയ സ്വീകാര്യതയുടെ, റിസപ്റ്റിവിറ്റിയുടെ ഒരു വലിയ വീക്ഷണമാണ് ഗുരു മുന്നോട്ട് വെച്ചത്. നമ്മൾ പല സംഘടനകളും, ഗുരുദേവൻ്റെ സംഘടനകളിൽ തന്നെ പലയിടത്തും പലരെയും പുറത്താക്കാനുള്ള വ്യഗ്രതകൾ പലയിടത്തും ഉണ്ട് ലോകത്ത്. ഞാൻ പലയിടത്ത് പോകുമ്പോഴും ഇന്നാളെ പുറത്താക്കണം, ഇന്നാളെ പുറത്താക്കണം എന്നാണ് പറയുക എല്ലാവരും. പുറത്താക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് അകത്താക്കാൻ വളരെ പ്രയാസമാണ്. നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും പുറത്താക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കൊരാളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഹൃദയം അതിവിസ്തൃതമാകണം നമ്മൾക്ക് വേറൊരാളെ ചേർത്ത് പിടിക്കാനായിട്ട്, സമാശ്ലേഷിക്കാനായിട്ട് ജീവിതത്തിലേക്ക്. ഇത്രയും മനുഷ്യരെ മുഴുവനും ഗുരു തൻ്റെ ഹൃദയത്തിലേക്ക് സമാശ്ലേഷിച്ചിരിക്കുന്നു, ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതാണ് ഗുരുദേവൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മതങ്ങളെ മുഴുവനും തൻ്റെ ഉള്ളത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗുരുദേവനല്ലാതെ ഒരു ആചാര്യനും പറയുകയില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ മതം സ്ഥാപിച്ച് അവരവരുടെ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഗുരു മുന്നോട്ട് വെച്ചത് ലോകത്തിൽ ധാരാളം മതങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്നാണ്. ധാരാളം മതങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു മതം കൂടി സൃഷ്ടിക്കുകയല്ല, എല്ലാ മതങ്ങൾക്കും എങ്ങനെ ഒന്നിച്ചു ചേരാം എന്നതിനെക്കുറിച്ചാണ് ഗുരു ചിന്തിച്ചത്. ആ ഒന്നിച്ചു ചേർന്ന് ഒരു ഏക മതം എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ എന്ന് CV കുഞ്ഞിരാമനോട് ചോദിക്കുന്നു. ഒരു ഏക മതം, ഒരു മാനവ മതം ഉണ്ടായിക്കൂടാ? കാരണം ഈ ഹിന്ദുമതത്തിൽ ഇന്ന് കാണുന്ന പ്രവണതകൾ വെച്ച് നോക്കുമ്പോൾ അനേകം മതങ്ങൾ ചേർന്ന് ഒരു മതമായിരിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ പറയുണ്ടായി, അതിൽ വൈഷ്ണവ മതമുണ്ട്, ശൈവമതമുണ്ട്, ശാക്തേയ മതമുണ്ട്, അതിൽ അദ്വൈത മതമുണ്ട്, ദ്വൈത മതമുണ്ട്, വിശിഷ്ടാദ്വൈത മതമുണ്ട്, അതിൽ പൂർവമീമാംസയുണ്ട്, ഉത്തരമീമാംസയുണ്ട്, സാഖ്യമുണ്ട്, യോഗമുണ്ട്, അതിൽ വിശിഷ്ട അദ്വൈതമുണ്ട്, അതിൽ വൈശേഷിക മതമുണ്ട്, അതിൽ നിരവധി ചിന്തകൾ ഈ ഹിന്ദുമതത്തിലുണ്ട്, മതങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഇത്രയധികം, അതിൽ ചാർവാകൻ്റെ മതമുണ്ട്. ചാർവാകൻ എന്ന് വെച്ചാൽ ഭൗതികവാദിയാണ്. ഈ ചാർവാക മതവും ഹിന്ദുമതത്തിലുണ്ട്. ചാർവാക മതത്തെ കൂടാതെ നമുക്ക് ബുദ്ധമതത്തെയും ജൈനമതത്തെയും ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്നവരുണ്ടെന്നോ. അങ്ങനെ നോക്കുമ്പോൾ ഇത്ര അധികം മതങ്ങൾ ചേർന്ന് ഹിന്ദുമതം എന്ന ഏകമതമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരം ഒരു വീക്ഷണത്തോടു കൂടിയിട്ട് അതിലേക്ക് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ജൂതമതത്തെയും ചേർത്തുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ഒരു ഏകമതം ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്?
1924 സർവമത സമ്മേളനം നടന്നപ്പോൾ ഗുരുവിന് വലിയ പ്രത്യാശയുണ്ടായി. എന്താ വെച്ചാൽ സംസാരിച്ചവരെല്ലാവരും തന്നെ ഒരു മതത്തെ നിന്ദിക്കാതെ തന്നെ മറ്റു മതങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കാനുള്ള വ്യഗ്രത കാണിച്ചു. അന്ന് ഇസ്ലാം മതത്തിൽ നിന്നും ബുദ്ധമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ അവിടെ സംസാരിച്ചിരുന്നു. ആ പ്രത്യാശ കൊണ്ട്, ആ ആനന്ദം കൊണ്ട് ഗുരു ശിവഗിരിയിൽ ഒരു മതമഹാപാഠശാല നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. മതമഹാപാഠശാല എന്നാലോചിക്കണം, ഒരു ഗുരു ലോകത്തുള്ള എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് അത് അവിടെ ഇരുന്ന് പഠിക്കുവാനും മതങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാനും നമ്മൾ സ്വായത്തമാകണം, സ്വയം പര്യാപ്തമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഗുരുദേവൻ 5 ലക്ഷം രൂപ 1924 5 ലക്ഷം രൂപ ജനങ്ങളിൽ നിന്ന് സംഭരിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് നാരായണ ഗുരുകുലത്തിൽ നടരാജ ഗുരു ഈസ്റ്റ് വെസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുരു നിത്യചൈതന്യതി ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരു സംരംഭം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ റിലീജിയനെയും കുറിച്ച് പഠിക്കാനായിട്ടൊരിടം അവിടെ ഉണ്ട്. അപ്പം നമ്മൾ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുനിഞ്ഞാൽ അത് എങ്ങനെ പഠിക്കണമെന്നതിനൊരു മാതൃക ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് മതങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ ബൈബിൾ പഠിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാകാനാണോ? അല്ലെങ്കിൽ ഇസ്ലാം മതം പഠിച്ചു, ഖുർആൻ പഠിച്ചു, നിങ്ങൾ ഇസ്ലാമാകാനാണോ? അങ്ങനെയല്ല ഗുരു പറയുന്നത്. എല്ലാ മതങ്ങളിലും മൂല്യവത്തായിട്ടുള്ള സാരങ്ങളുണ്ട്, വളരെ മൂല്യവത്തായിട്ടുള്ളത്. ഒരു തേനീച്ച പോയിട്ട് പൂക്കളിൽ നിന്ന് തേൻ സ്വീകരിച്ച് തേനറകളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് ആ തേനിൻ്റെ എല്ലാ രുചി ഒന്നായിരിക്കുന്നത്, സാരത്തിൽ ഒന്നായിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന പൂവിൽ നിന്നെടുത്ത തേനാണിത്, ഇന്ന പൂവിൽ നിന്ന് തേനാണിതെന്ന് നമുക്ക് ആ തേൻ, ആ അറകളിൽ നിന്ന് തേൻ ശേഖരിച്ച് കുടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ എല്ലാ മതങ്ങളിൽ നിന്നും മൂല്യവത്തായിട്ടുള്ള തേൻ, മകരന്തം സ്വീകരിച്ചിട്ട്, തേൻ എന്ന് പറയുന്നത് സാരം സ്വീകരിക്കണം നമ്മൾ. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, വികാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. മനുഷ്യൻ്റെ വികാസമാണ് മതത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്നത്. മനുഷ്യൻ വികസിക്കണം. മനുഷ്യൻ വികസിക്കണമെങ്കിൽ അവൻ്റെ അറിവില്ലായ്മ പോകണം, അഹങ്കാരം പോകണം, അവൻ്റെ ധാർഷ്ട്യങ്ങൾ പോകണം. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ സങ്കുചിതമായിട്ടുള്ള ആന്തരിക ഘടകങ്ങൾ. അപ്പോൾ മനുഷ്യവികാസമാണ് എല്ലാ മതങ്ങളുടെ ഉദ്ദേശം. അത് ചില മതങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹം ദൈവമാണ്, ദൈവം സ്നേഹമാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ ആ സ്നേഹത്തെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള വൈകാരികമായ ആവേശമോ പാരവശ്യമോ അല്ല സ്നേഹം. ആ സ്നേഹത്തിന് ഈ ഭൂമുഖത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു പശിമയുണ്ട്, ഒരു ശ്ലേഷ്മത്വമുണ്ട്. അതൊരു ഗ്ലൂ ആണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഒട്ടലുള്ള ഒന്നാണ്, എല്ലാറ്റിനെയും ചേർത്ത് ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണത് ആ സ്നേഹം. അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു പാർഷ്യലായിട്ടുള്ള എക്സ്പ്രഷനാണ് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലെ സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വളരെ തുച്ഛമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള ഭാഗമാണ് അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം. മൃഗങ്ങൾക്ക് തന്നെ തൻ്റെ കുട്ടികൾ, എത്ര ക്രൂരമായിട്ടുള്ള ഒരു ജീവിക്ക് പോലും അതിൻ്റെ കുട്ടിയോട് സ്നേഹവും വാത്സല്യവുമുണ്ട്. പുലികൾ കുട്ടികളെ വളർത്തുന്നത് കാണാം ഓമനിച്ചുകൊണ്ട്. എന്നാൽ ആ പുലികൾ മറ്റു ജീവികളോട് ക്രൗര്യം കാണിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ക്രൂരനായൊരു മനുഷ്യന് പോലും, ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുന്ന വലിയ ക്രൂരനായിട്ടുള്ള എണ്ണമറ്റ ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് ചുട്ടുകൊന്ന ആ ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിനൊരു കാമുകി ഉണ്ടായിരുന്നു, ഇവാ ബ്രൗൺ എന്ന പേരിൽ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു അവസാനം. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ സ്നേഹത്തെ വിസ്തൃത സ്നേഹമായിട്ടെടുക്കുക, മാറ്റിയെടുക്കണം. അതാണ് മതത്തിൻ്റെ ലക്ഷ്യമായിരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു മുന്നോട്ട് വെച്ച സ്നേഹം, ഗുരു മുന്നോട്ട് വെച്ച അറിവ്,
ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അറിവും സ്നേഹവും ഒന്നിക്കുന്നിടത്ത് നമുക്ക് ക്രിസ്തുമതമോ അല്ലെങ്കിൽ ബൈബിളോ അന്യമായിട്ട് തീരുന്നില്ല. അറിവും സ്നേഹവും ഒന്ന് തന്നെ എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മതമഹാ പാഠശാലയുടെ ലക്ഷ്യമായിരുന്നത്. ഇന്നും ആ ദൗത്യം, ഗുരുവിൻ്റെ ജീവിത ദൗത്യം നമ്മൾ പൂർത്തീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു മതത്തെയും നിന്ദിക്കാതെ മതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മതങ്ങളുടെ ഐക്യം ഒന്നായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് നടരാജ ഗുരു, ഗുരുദേവൻ്റെ ശിഷ്യനായിട്ടുള്ള നടരാജ ഗുരു ഏകലോക ജീവിതത്തെക്കുറിച്ചും ഏകലോക മാനവികതയെക്കുറിച്ചൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഗുരു ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്രകളിലൊക്കെ ഈ ചിന്തകൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വിശാലമായ ചിന്തകൾ പകർന്നു നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്തെ എല്ലായിടത്തും നിരവധി മേഖലകളിൽ, നിരവധി സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതിൽ മതത്തിനും വലിയ സ്ഥാനമുണ്ട്. ഇപ്പോൾ ഇസ്രായേലും അത് പലസ്തീനും ഇടയിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യയും ഉക്രൈനും ഇടയിൽ യുദ്ധം നടക്കുന്നുണ്ട്. സംഘർഷങ്ങൾ, ചൈനയുടെ ചുറ്റുപാടും സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അത് രൂക്ഷമായിട്ട് തീരാം. വാസ്തവത്തിൽ മനുഷ്യൻ യുദ്ധം എവിടെ ജനിക്കുന്നു എന്ന് വൺ വേൾഡ് മാനിഫെസ്റ്റോ എന്ന ഒരു ഗ്രന്ഥം നടരാജ ഗുരു എഴുതിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെയാണ്. അതായത് യുദ്ധം മനുഷ്യൻ്റെ മനസ്സിലാണ് ആദ്യം രൂപം കൊള്ളുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ആ യുദ്ധം അത് എത്രയോ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സാംക്രമിക രോഗം പോലെ പകർന്നു പോകുന്നത് നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് വിരോധമുണ്ടാകുന്നു, രാഷ്ട്രത്തിനോട് വിരോധമുണ്ടാകുന്നു, മനുഷ്യരോട് വിരോധമുണ്ടാകുന്നു. അങ്ങനെയാണ് യുദ്ധങ്ങൾ ഇവിടെ ഘോരമായ നാശത്തിൻ്റെ, സംഹാരത്തിൻ്റെ, താണ്ഡവത്തിൻ്റെ ഒരു ചലനത്തെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പൊരുതു ജയിപ്പതസാധ്യം, ഗുരു മതത്തിൻ്റെ കാര്യത്തിൽ ഊന്നി പറയുന്നത് പൊരുതു ജയിപ്പതസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല, പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം. നമ്മൾ എവിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു, എവിടെ വാദങ്ങൾ ഉണ്ടാകുന്നുവോ, എവിടെ സ്പർദ്ധകൾ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ആരും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റുമുട്ടി ആരും ഈ ലോകത്ത് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഗുരുവചനം എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. അത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, രണ്ട് വ്യക്തികൾക്കിടയിലും ഏറ്റുമുട്ടലുകൾ ജയത്തിലേക്കുള്ളതല്ല, രണ്ടു പേരുടെ പരാജയത്തിലേക്കുള്ളതാണ്. എവിടെ ഏറ്റുമുട്ടലുകളുണ്ടോ അവിടെ പരാജയങ്ങൾ ഒരാൾക്കല്ല രണ്ടു പേർക്കും. ജയിച്ചവൻ ഒരിക്കലും പരാജിതനെ ജയിക്കാൻ അനുവദിക്കില്ല, തോൽക്കാൻ അനുവദിക്കില്ല. പരാജിതൻ ജയിച്ചവനെ പരാജിതനാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ജയപരാജയങ്ങളുടെ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. തോറ്റവൻ ഒരിക്കലും തൻ്റെ വേദനകളിൽ നിന്ന് മോചനം കിട്ടുന്നത് വരെ പരാജിതനെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ ജയിച്ചവനെ കുറിച്ച് ആലോചിച്ച് അയാളെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇത് നിരന്തരമായിട്ട് ലോകത്ത് നടക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും പൊരുതരുത്, ഏറ്റുമുട്ടരുത്. ഏറ്റുമുട്ടൽ ഒരു പരിഹാരമല്ല. പരിഹാരം എവിടെയാണ് ഗുരുദേവൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുദേവൻ്റെ കൃതികളിൽ മറ്റ് മതാചാര്യന്മാരുടെ അല്ലെങ്കിൽ മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരുടെ കൃതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില കൃതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം പോലുള്ള കൃതികളാണ്. ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യൻ അത്തരത്തിൽ കൃതികൾ എഴുതിയിട്ടുണ്ടോ? ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഇത് ഏത് ഗുരുവാണ് ഈ ലോകത്ത് എഴുതിയിട്ടുള്ളത്? ഇങ്ങനെ ഒരു ചെറു ഉറുമ്പിന് പോലും നോവിക്കാതെ ജീവിക്കാനുള്ള അവബോധത്തോടെ, കരുണയോടെ ജീവിക്കാൻ എനിക്ക് കഴിയണമേ എന്നൊരു പ്രാർത്ഥനയാണത്. അനുകമ്പാദശകം മാത്രമല്ല, ജീവകാരുണ്യ പഞ്ചകത്തിൽ ജീവികളെ കൊല്ലുന്നത് എത്ര ഹീനമായ പ്രവൃത്തിയാണ്. കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോട് തുല്യനവൻ. ഒരിക്കലും അത്തരം പദങ്ങൾ ഗുരുവിൻ്റെ പദകോശത്തിലില്ലാത്തതാണ്.
മൃഗത്തോട് തുല്യൻ. കൊല്ലുന്നവനെ മൃഗത്തോട്, മൃഗം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ മനുഷ്യനേക്കാളും കുറച്ചുകൂടി ഗുണപരമായിട്ട് മെച്ചപ്പെട്ടതാണ്. ക്വാളിറ്റി തലത്തിൽ മനുഷ്യൻ എത്ര നികൃഷ്ടമായിട്ട് പ്രവൃത്തികളാണ് ചിലപ്പോഴൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങൾ വായിക്കുമ്പോൾ മുമ്പൊന്നും കാണാത്ത വിധത്തിൽ മനുഷ്യൻ എത്ര ക്രൗര്യത്തോടെ, ക്രൂരതയോടെ സ്വന്തം മക്കളോട് പോലും പെരുമാറുന്ന അമ്മമാർ, അമ്മമാരോട് പെരുമാറുന്നത് എത്ര ക്രൂരതയോട് കൂടിയിട്ടാണ്. ഒരു ജീവിയും അങ്ങനെ പെരുമാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് പല ജീവികളെക്കാളും, ക്രൂരമായ ഏതൊരു ജീവിയേക്കാളും നികൃഷ്ടമായിട്ടുള്ള മനോഭാവത്തിൻ്റെ ഒരു ഉടമയായിട്ട് മാറുന്നത്. മനുഷ്യന് മനോരോഗങ്ങൾ വരുന്നുണ്ട്, അവൻ്റെ മാനസികാവസ്ഥകൾ വ്യത്യസ്തമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗുരു പറയുന്നത്, നമുക്ക് എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. ഇത് ഓർക്കുകിൽ നാം, കൊല്ലുന്നതും എങ്ങനെ തെല്ലും കൃപയേറ്റ് ഭജിക്കയതും. ഇത് ആത്മസഹോദര്യത്തിൻ്റെ ഒരു അവബോധം. ലോകത്തിൻ്റെ ഏകതയെ നമുക്ക് കാണാനായിട്ട് കഴിയേണ്ടത് ഈ ആത്മസഹോദര്യത്തിലാണ്. ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം എത്ര വ്യത്യസ്തം, എൻ്റെ ചിന്തകൾ, എൻ്റെ മനസ്സുകൾ നിങ്ങളുടെ ചിന്തകൾ എത്ര വ്യത്യസ്തം എന്ന് പറയുമ്പോഴും നമ്മളിൽ ഒന്നിക്കുന്ന ഒരു സന്ധിസ്ഥാനമുണ്ട്, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ചരട് ഉണ്ട്. അവിടെ ഒരു അറിവിൻ്റെ ചരട്, ഒരു ബോധത്തിൻ്റെ ചരടുണ്ട്, ആത്മാവിൻ്റെ ഒരു ചരട് നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്. ഈ ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ തന്തുവിനെ, ആ ചരടിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നിൽ വളരെ സൂക്ഷ്മതലത്തിൽ എന്നിലും നിങ്ങളിലൊക്കെ ഒന്നിക്കുന്ന ഒരു ആത്മചൈതന്യമുണ്ട്. ഈ ആത്മചൈതന്യം ഏകമാണെന്ന് അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ബൈബിള് തുടങ്ങുന്ന സമയത്ത് ആബേലിനെ കായൻ കൊല്ലുന്നുണ്ട്. സഹോദരനായിട്ടുള്ള ആബേലിനെ കായൻ കൊല്ലുന്നു. അസൂയ കൊണ്ടാണ് കൊല്ലുന്നത്. ആബേലിനോട് പ്രത്യേക സ്നേഹം ദൈവത്തിന് തോന്നി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിമിത്തം കായൻ എന്ന് പറയുന്ന സഹോദരൻ ആബേലിനെ ഒരു പാടത്ത് വെച്ച് കൊല്ലുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഈ ദൈവം കായനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയെന്ന്. അപ്പോൾ കായൻ പറയുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാന്ന്. നിന്റെ സഹോദരൻ എവിടെയെന്ന് വീണ്ടും ദൈവം ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാന്നല്ലേ പറഞ്ഞത്, ദൈവത്തിനോട് കയർത്തു. ഇത് ബൈബിളിലുള്ളതാണ്. അപ്പോൾ ദൈവം കായനോട് പറയാണ്, നിന്റെ സഹോദരൻ്റെ രക്തം വയലുകളുടെ മണ്ണിൽ നിന്ന് നിലവിളിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. എന്നിട്ട് വീണ്ടും ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെയെന്ന്. അപ്പോൾ കായൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. ഇത് പഴയ നിയമത്തിൻ്റെ ഭാഗത്തിൽ ഉള്ള ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം സ്നേഹത്തെ പുതിയ നിയമത്തിൽ ക്രിസ്തു കൊണ്ടുവന്നത്. നീ നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനും കൂടിയാണ് എന്നാണ് ആ സ്നേഹം പഠിപ്പിക്കുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം, വാസ്തവത്തിൽ ആ ബൈബിൾ വചനം നമുക്ക് ഗുരുദേവൻ്റെ സന്ദർഭത്തിൽ ഗുരു അത് പറഞ്ഞു തരുന്നത്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ ഗുരുദേവ ദർശനമാണ് ഈ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ സ്നേഹവചനത്തിൻ്റെ സാരത്തെ ഒരു ദാർശനികമായ പരിപ്രേക്ഷ്യത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വചനം, ഗുരുവിൻ്റെ ആ ശ്ലോകം. അപ്പോൾ ഗുരുദേവ ദർശനം പഠിക്കുമ്പോൾ ഏത് മതങ്ങളുടെയും സാരം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. മതങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് സി വി കുഞ്ഞിരാമൻ ചോദിക്കുന്നുണ്ട് ഗുരുവിനോട്. എങ്ങനെയാണ് എല്ലാ മതങ്ങളും പഠിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക? അപ്പോൾ ഗുരു പറയുന്ന ഒരു വാക്യം,
ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് വേണം എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കാനായിട്ട്. പഠിക്കുന്ന സമയത്ത് കളയേണ്ടതിനെ കളയുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ഇതാണ് ത്യാജ്യഗ്രാഹ്യ വിവേക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നു, അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരുപാട് ദർശനമുണ്ട്. അത് നമ്മൾക്ക് സ്വീകരിക്കാം. എന്നാൽ എവിടെയെങ്കിലും അസ്വീകാര്യമായിട്ടുള്ളൊരു തലമുണ്ടെങ്കിൽ, മനുഷ്യത്വ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം, കളയാം. അതിനാണ് ത്യാജ്യം എന്ന് പറയുന്നത്. ഭാരതത്തിൽ തന്നെ ഒരു ഗ്രന്ഥം മനുസ്മൃതിയിൽ ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആ ഗ്രന്ഥം. അപ്പോൾ നമുക്ക് അത്തരം കാലഹരണപ്പെട്ട ചിന്തകളും ആശയങ്ങളും ഉപേക്ഷിക്കുകയും, എന്നാൽ ആത്മാവിൻ്റെ ഏകതയെക്കുറിച്ച് പറയുന്ന, മനുഷ്യൻ്റെ ഏകതയെക്കുറിച്ച് പറയുന്ന, സാഹോദര്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് സംശീകരിക്കുകയും ചെയ്യാം. ഒരു ഗ്രന്ഥം മുഴുവനും നിങ്ങൾ സ്വീകരിക്കണമെന്നല്ല പറയുന്നത്, ബൈബിളിലുള്ള എല്ലാം നിങ്ങൾ സ്വീകരിക്കണമെന്നല്ല പറയുന്നത്, ഖുർആൻ എല്ലാം സ്വീകരിക്കണം എന്നല്ല പറയുന്നത്. അതിൽ നിന്ന് ഏറ്റവും മൂല്യവത്തായിട്ടുള്ളതിനെ സ്വാംശീകരിക്കാൻ നമുക്ക് അറിയണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു അറിവ്, വിവേകം, അതിനെയാണ് ഗുരു വിദ്യ കൊണ്ട് നമ്മൾ സ്വതന്ത്രരാകാൻ പറയുന്നത്. വിദ്യ വേണം മനുഷ്യന്. വിദ്യയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്വതന്ത്രരാകാൻ പറ്റും? ഈ ബോധം, ഈ അറിവ് ആണ് ഗുരുദർശനത്തിൻ്റെ കാതലായിരിക്കുന്നത്. മനുഷ്യന് അറിവുള്ളവരായിട്ട് തീരണം, അവബോധമുള്ളവനായിട്ട് തീരണം, ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം. ഈ അവബോധമാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാന മാനദണ്ഡമായിരിക്കുന്നത്. ഈ അവബോധമില്ലെങ്കിൽ മനുഷ്യനും മൃഗവും ഒന്ന് തന്നെ എന്ന് ആണ് ഗുരു വിലയിരുത്തിയിട്ടുള്ളത്. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, ഉണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഈ നിർവികാര രൂപം എന്ന് പറയുന്നത് ഈ വിവേകബോധത്തെയാണ്. ഈ നിർവികാര രൂപത്തിലേക്ക് എന്താണ് എല്ലാവരും ഉണർന്നു വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ ശ്ലോകത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, അശനം എന്ന് പറഞ്ഞ ഭക്ഷണം, പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം. ഇത്തരം വികൽപ്പങ്ങൾ, വികലമായിട്ടുള്ള കൽപ്പനകൾ കൊണ്ടാണ് മനുഷ്യ മനസ്സ് മറഞ്ഞു പോകുന്നത്, വിവേകത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഈ വികൽപ്പങ്ങളിൽ നിന്ന് ആദ്യം മോചനം നേടണം. നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അന്നത്തിലും അല്ലെങ്കിൽ പുണരലിലുമൊക്കെയാണ് ചുരുങ്ങി നിൽക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള അസന്തുലിതമായിട്ടുള്ള വൈകാരിക വിജൃംഭണങ്ങളൊക്കെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. നമ്മൾ ഒരിക്കലും മനുഷ്യൻ്റെ ഏകതയെക്കുറിച്ച്, ലോകത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച്, ശാന്തിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ എങ്ങനെ ഒന്നിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പകരം ഭിന്നിക്കാൻ എങ്ങനെ കഴിയും എന്നതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ അത്തരം ഒരു ലോകത്തിൽ ഏകതയുടെ ഒരു സംഗീതം ഗുരുദേവനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാനവരാശിക്ക് ഒരു ഏകമായ അധിഷ്ഠാനത്തെ നിർമ്മിച്ചു കൊടുക്കാം. ഇത് ഒരു മതം എന്ന ഗുരുവിൻ്റെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇതിലെ ഒരു മതം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ഭൂമുഖത്ത് ഒരു ചിന്താധാരയിലേക്ക് ഒന്നിക്കാൻ കഴിയും. ആ ചിന്താധാര അത് വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ സുഖം വേണം. ദൈവദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആഴണം വാഴണം സുഖം എന്ന്. എനിക്കും നിങ്ങൾക്കൊക്കെ സുഖം വേണം. ആ സുഖം ഏതൊരു സുഖത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും സുഖം ഒന്നിക്കുന്നത്? ഏതൊരു സുഖം ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ സുഖം കിട്ടുന്നത്. ആ സുഖത്തിൻ്റെ പേരാണ് ആത്മസുഖം എന്ന്. ആത്മസുഖം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഒരേപോലെ സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ആത്മസുഖം. ഈ ആത്മസുഖത്തിനായി എല്ലാവരും പ്രയത്നിക്കുന്നു. ആത്മസുഖം എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ആകവേ സുഖം, അതാണ് ആത്മസുഖം. വേറൊരർത്ഥം എൻ്റെ സുഖം, തൻ്റെ സുഖം എന്ന അർത്ഥത്തിൽ ആത്മസുഖം. അപ്പം നമ്മൾ ആത്മാവിനെ അറിയുന്നവന് മാത്രമാണ് ആത്മസുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. ആത്മാവിനെ അറിയാത്ത ഒരാൾ
സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, ശാരീരികതയുടെ, മാനസികമായ തലത്തിലുള്ള തുച്ഛമായ സുഖങ്ങൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ, ആത്മസുഖം അനുഭവിക്കുന്നില്ല എന്ന് അറിയണം. അപ്പോൾ ഈ മതസാരം എന്തെന്ന് ചോദിക്കുമ്പോൾ പല മതസാരവും ഏകം. ഗുരു അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അന്ധരായിട്ടുള്ള ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ ആനയെ കാണാൻ പോയി. 5-6 പേര് കൂടിയിട്ട് ആനയെ കാണാൻ കണ്ണ് കാണാത്തവർ പോയ ഒരു ഉദാഹരണം പറയുന്നത്. ഇതിലും നല്ലൊരു ഉദാഹരണം വേറെ ഉണ്ടോ? ഈ അന്ധന്മാർ ആനയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന അവരുടെ എക്സ്പ്ലനേഷനാണ്, വിശദീകരണങ്ങളാണ് അതിരസകരം. ഒരുവൻ വേറൊരുവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആന ചൂല് പോലെയാണെന്ന്. ഉദാഹരണങ്ങൾ, ഉപമകളാണത്. ആനയെ അവൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആന ചൂല് പോലെയാണ്. നിങ്ങൾക്കറിയാം ആന ചൂല് പോലെയാണെന്ന് പറയാൻ കാരണം എന്താണ്? ആന മുറം പോലെയാണെന്ന് ഒരാൾ പറയുന്നു, ആന പനന്തടി പോലെയാണെന്ന് ഒരാൾ പറയുന്നു, ആന വാഴത്തട പോലെയാണെന്ന് പറയുന്നു. ഈ എക്സ്പ്ലനേഷനുകളിലൊക്കെ ആനയുടെ ചെറിയൊരു അംശമുണ്ട്. പക്ഷെ അതൊരു സമഗ്രമായ ആനയല്ല. ആനയുടെ ചില വശങ്ങൾ മാത്രമാണ് അവർ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ആന പനന്തടി പോലെയാണ്, ചൂല് പോലെയാണ് എന്നാണ്. ഓരോരുത്തരും അവരവരുടെ സമർത്ഥനം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളും മതത്തിൻ്റെ സമഗ്രത മനസ്സിലാക്കാതെ ഏതെങ്കിലും ചിലതിനെക്കുറിച്ച് മാത്രം നമ്മൾ വാദിക്കാനും സമർത്ഥിക്കാനും ശ്രമിക്കുന്നത് ഒരു അലച്ചിലാണ്, വൃഥാ ജീവിതമാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഈ സമഗ്രമായ മതത്തിൻ്റെ സമഗ്രസാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങളോടും സമഭാവത്തിൽ ജീവിക്കാൻ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ മാനവികതയെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. മാനവരാശിക്ക് ഒരു പുതിയ മാനവികതയെ, അതൊരു പുതിയ മാനവികത ഇവിടെ ആവശ്യമാണ്. നമുക്ക് ഇന്ന് മാനവരാശി ഭിന്നിച്ച് കിടക്കുന്നിടത്ത് ഒരു ഒന്നിപ്പിൻ്റേതായിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടായി വരാനായിട്ട് ആദ്യം വേണ്ടത് ഈ ഒന്നിപ്പിക്കുന്ന ദാർശനികതയാണ്. അത് മതങ്ങൾ പഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കമ്മ്യൂണിസം പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങളും ചിലപ്പോഴൊക്കെ മതം പോലെ പെരുമാറുന്നുണ്ട്. പിടിവാശികളുണ്ട്, ശാഠ്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ചില മാമൂലുകളുണ്ട് പലതിനും. ഏതൊരു പ്രത്യയശാസ്ത്രവും ഏതൊരു ചിന്തയും പിടിവാശികളും ഡോഗ്മാറ്റിക്കുമാകുമ്പോൾ അത് മതത്തിൻ്റെ സ്വഭാവം വരുന്നു, അതിൽ വിശ്വാസങ്ങൾ വരുന്നു. അപ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങളുടെ സ്വഭാവങ്ങൾ കൈവരുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ. ഏത് പ്രത്യയശാസ്ത്രത്തിനും കൈവരാമത്. അപ്പോൾ അവിടെയൊക്കെ ജാഗരൂകമാകേണ്ടതുണ്ട്. അവിടെ ഇടപെടേണ്ടുന്ന ഒരു ഇൻ്റലിജൻ്റ് ഫാക്ടർ ഉണ്ടായിരിക്കണം. എപ്പോഴും അവിടെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയൊക്കെ ദർശനങ്ങൾ മതത്തിൻ്റെ തലത്തിൽ സങ്കുചിതമായിട്ട് പിടിവാശികളോട് കൂടിയിട്ട് വിശ്വാസങ്ങളുടെ ജഡത്വത്തോടു കൂടി പെരുമാറുന്നുവോ അവിടെയൊക്കെ മഹാത്മാക്കളായിട്ടുള്ള ഇൻ്റലിജൻ്റ് ഫാക്ടേഴ്സ് എന്നാണ് അവർ പറയുക. അവർ അറിവ് കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ടിരിക്കണം. ഗുരുദേവൻ്റെ കാലത്ത് ആ തിരുത്തലാണ് ഗുരു നടത്തിയിട്ടുള്ളത്. ലോകത്ത് എവിടെയൊക്കെയാണ് മഹാത്മാക്കൾക്ക് മനുഷ്യബോധത്തിലെ അന്ധതമസ്സിനെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഒരു തരത്തിൽ ഒരു കറക്റ്റീവ് മെഷറുകളാണ്. ആ കറക്റ്റീവ് മെഷറുകൾ ബുദ്ധൻ നടത്തിയിരുന്നു, ആ കറക്റ്റീവ് മെഷർ ക്രിസ്തു നടത്തിയിരുന്നു, കറക്റ്റീവ് മെഷർ നബി നടത്തിയിരുന്നു, ശങ്കരാചാര്യൻ നടത്തിയിട്ടുണ്ട്, ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ നടത്തിയിട്ടുണ്ട്. കാലത്തിലുടനീളം ഇങ്ങനെ മഹാത്മാക്കൾ ഈ മനുഷ്യബോധത്തിൽ അടിഞ്ഞുകൂടിയ മലീമസതയെ നീക്കം ചെയ്തുകൊണ്ട് മനസ്സിന് ഒരു പുതിയ ബോധത്തെ, ഉണർവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അടുത്തുനിന്നുകൊണ്ട് അറിയാൻ പറ്റിയ ഒരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരു മനുഷ്യബോധത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഭിന്നതകളെ, ഭേദബുദ്ധിയെ ഒക്കെ നിരാകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഏകതാനതയെക്കുറിച്ച് പറഞ്ഞു തന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഈ ഒരു ഭേദവുമില്ലതിൽ എന്ന് പറഞ്ഞാൽ ഭേദം അശേഷമില്ല. ഇതാണ് ഗുരുവിനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെറുക്കാൻ കഴിയുകയില്ല ആരെയും. വെറുപ്പ് മനുഷ്യനിൽ നിന്ന് പോകണം. അദ്വൈതം വെറുക്കാനുള്ളതല്ല, അദ്വൈതം സംയോഗത്തിൻ്റെ ഒരു സ്വരലയമാണ് അദ്വൈതം എന്ന് പറയുന്നത്.
നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ, പ്രവൃത്തികളിലൊക്കെ ആ സ്വരലയം കൊണ്ടുവരുന്നതാണ് ഗുരുദർശനത്തിൻ്റെ കാതൽ. ഈ 2024 എത്തി നിൽക്കുമ്പോൾ 100 വർഷങ്ങൾ ഗുരുവിൻ്റെ സർവമത സമ്മേളനം കഴിഞ്ഞിട്ട് ആകുകയാണ്. ആ 100 വർഷങ്ങൾക്കുള്ളിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാക്കാൻ ഗുരുവിൻ്റെ ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഇനിയും ഗുരുദർശനം പല മനുഷ്യ മനസ്സിലും എത്തിയിട്ടില്ല എന്ന് തിരിച്ചറിയുകയാണ്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ ഗുരുവിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും ഈ വിശാല ദർശനത്തെ പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിയായിട്ട് തീരുക എന്ന ധർമ്മം ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാണ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളോട് കുറച്ചു നേരം ഗുരുവിൻ്റെ ഈ ഏകതയുടെ മതം, ഏകമതം അല്ലെങ്കിൽ മാനവ മതം എന്നതിനെക്കുറിച്ചുള്ള ഒരു ദാർശനികമെന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്ന ഗുരുവിൻ്റെ എല്ലാ വാക്കുകളിലും ദാർശനികതയുണ്ട്. ആ ദാർശനികതയിലാണ് ഗുരു ഇരിക്കുന്നത്. ഋഷി പറയുന്നത് എന്തോ അതാണ് ദർശനം എന്ന് പറയുന്നത്. ഗുരു ഒരു ഋഷിയാണ്. ഗുരുവിൻ്റെ വചനങ്ങളിൽ അതുകൊണ്ട് ദാർശനികതയുണ്ട്. ദാർശനികത ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല. അതിന് അല്പം ശിക്ഷണം ആവശ്യമുണ്ട്. അത്തരത്തിൽ ശിക്ഷണങ്ങൾ നേടാനുള്ള സ്ഥാനങ്ങളായിട്ട് ഗുരുദേവൻ്റെ സങ്കേതങ്ങൾ മാറണം. ഗുരുദേവൻ്റെ എല്ലാ സങ്കേതങ്ങളിലും ഗുരുവിനെ പഠിക്കാനുള്ള ഒരു മനസ്സും പഠിക്കാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായി വരണം. എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഉണ്ടാകണം. ഈ ഡൽഹിയിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ കൂട്ടായ്മകളുണ്ട് ഗുരുദേവൻ്റേതായിട്ട്. ഡൽഹിയിൽ തന്നെ ഇതുപോലെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എവിടെയൊക്കെയാണോ ഗുരുവിനെ ഹൃദയത്തിൽ പേറിയിട്ട് പ്രവാസികളായിട്ട് മനുഷ്യർ ജീവിക്കുന്നത് അവിടെയൊക്കെയും അവർക്ക് ഗുരുവിൻ്റെ കൂട്ടായ്മകൾ നിലനിർത്തുന്നുണ്ട്. പക്ഷെ അവർക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഗുരുവിനെ മനസ്സിലാക്കേണ്ടതെന്ന്. അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകണം നമുക്ക്. നമ്മൾ ഇന്നോ ഇന്നലെയോ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ചു തീരാവുന്ന ഒരു ഗ്രന്ഥമല്ല ഗുരു. ആജീവനാന്തം നമ്മൾ ഗുരുവിനെ പഠിക്കുന്നു. നമ്മൾ സ്വയം പരിഷ്കരിക്കുകയും നമ്മൾ സ്വയം വികസിക്കുകയും സ്വയം ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ വ്യക്തിത്വത്തിന് കൂടുതൽ ജാജ്വല്യമാനത, ഒരു തിളക്കം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഗുരുവിനെ പഠിക്കുന്നതിലൂടെ. അതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കുന്നത്. ഗുരുവിനെ പഠിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തിന് ഈ ലോകത്തിൽ കൂടുതൽ അറിവിൻ്റെ ഒരു തിളക്കം ഉണ്ടായിട്ട് അത് ലോകത്തിൽ തന്നെ നമ്മളൊരു ഗുരുവിൻ്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ ശിഷ്യയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലൊരു മാറ്റം നമ്മൾക്കുണ്ടാകണം. ആ ഒരു മാറ്റമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പലരും പലതരത്തിൽ ഇവിടെയൊക്കെ വന്ന് ജീവിക്കുകയാണ്. പലർക്കും ഉപജീവനത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം, നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. പക്ഷേ നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഗുരുവിനെ പഠിക്കാമെന്ന് വിചാരിക്കുന്നത് അതൊരു കാലത്തും തീരില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വറുതികൾ നിങ്ങളുടെ മനസ്സിൻ്റെതാണ് പലപ്പോഴും. ആ വറുതികളിൽ നിന്നുള്ള മോചനം ഈ അറിവിലൂടെ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും തൃപ്തരായിട്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ ദാരിദ്ര്യം അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ദാരിദ്ര്യം തീർന്നിട്ട് ഗുരുവിനെ അറിയുക എന്നതിനേക്കാൾ ഉപരി ഗുരുവിനെ അറിയുന്നതിലൂടെ ആ ദാരിദ്ര്യവും തീരും, സാമ്പത്തിക ദാരിദ്ര്യവും തീരും. ഇത് രണ്ടും ഒരുമിച്ച് തീർന്നോളും. അതുകൊണ്ട് ഗുരുവിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്രയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇനി എല്ലാവർക്കും ഗുരുനാമത്തിൽ നമസ്കാരം. എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം.